വിഷമിക്കട്ടെ ഇനിയിപ്പോ കേട്ടോ നോക്കാം എന്തായാലും. അല്ലണ്ണ അവന്റെ അമ്മച്ചിയെ BP കൂടിയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ്. അവനെ ഇവിടെ അങ്ങോട്ട് എനിക്ക് പോണം. എനിക്കൊന്നും വയ്യ അവിടെ പോവാ, എന്നെ കൊണ്ട് പറ്റൂല. അവിടെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളടത്ത് നീ എന്തുണ്ടാ എല്ലാം കേട്ടുണ്ട്. നോക്കാൻ നിൽക്കുന്നു ചേട്ടാ. നിന്റെ മുതലാളി പോയാ അങ്ങനെ മുതലാളി പറഞ്ഞു നിൽക്കാം. ഈ പറയുമ്പോൾ BP ഭയങ്കര പ്രശ്നം. ഭയങ്കര പ്രശ്നമാണ്. നമ്മള് പണ്ട് 50 വയസ്സ് മുകളിലുള്ള ആൾക്കാർക്കാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ 10-15 വയസ്സ് കഴിയുമ്പോൾ തന്നെ BP എന്നുള്ള പ്രശ്നം പ്രഷർ സാറ് എല്ലാവർക്കും. അറിഞ്ഞേട്ടാ നിന്റെ ആർക്കടാ BP? അമ്മൂമ്മക്ക്. അങ്ങോട്ട് പോകുന്നുണ്ട്. എവന് ഹോസ്പിറ്റലിൽ പോകാൻ പേടിയാണ്. ഹോസ്പിറ്റലിൽ പോയാൽ നിനക്ക് എന്താ? എനിക്ക് വയ്യ മാമ. നിനക്ക് പ്രഷർ കയറും അല്ലേ? അവിടെ ഓരോ രോഗികൾ അവസാനം എനിക്കാണ് പ്രഷർ പറഞ്ഞത് കാര്യമാണ്. അതന്നെ. അല്ല വേറെ കാര്യം സാറേ, ഇവരെല്ലാം ബന്ധുക്കളാണ്. അതായത് ആരൊക്കെ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ ഇവരെല്ലാം സ്വന്തക്കാർ തന്നെയാണ്. ഒന്നിനെ പറയാനായിട്ട് വരും. കുട്ടികൾക്ക് വരെ ടെക്നോ പാർക്കിലുള്ള സകല ചെറുപ്പക്കാരന്മാർക്കും ഉണ്ട്. അതൊരു വല്ലാത്ത അവസ്ഥ. മനസ്സിലായി. കാരണം മെയിൻ കാരണം ഇന്നത്തെ ഭക്ഷണത്തിന്റെ രീതിയാണ് ഇതിനെല്ലാം പ്രോബ്ലം. അല്ല ജീവിത ശൈലി രോഗമായിട്ട് മാറി. അത് ഈ പണ്ട് ചെറുപ്പക്കാർക്കില്ലല്ലോ. ഒരു 10-65 വയസ്സ് കഴിഞ്ഞതിന് ശേഷമൊക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രം പ്രഷർ ഇപ്പൊ അതല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ജങ്ക് ഫുഡാണ് ഇതെല്ലാം കഴിക്കുന്നത്. നമ്മൾ കഴിക്കാൻ പാടില്ലാത്തതിന് അളവിലേറെ ഈ കൊഴുപ്പും കാര്യങ്ങളും ഈ ജങ്ക് ഫുഡിനകത്തുണ്ട്. പെൺകൊച്ചിന്റെ കേസ് 18 വയസ്സ് തികഞ്ഞില്ല. ആ കൊച്ചിന് സ്ഥിരമായിട്ട് ബിപിയുടെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ എന്റെ ഒരു കൂട്ടുകാരൻ്റെ അപ്പം BP-യുടെ ഗുളിക കഴിച്ചോണ്ടിരുന്നു. ആരോ പറഞ്ഞു കൊടുത്ത് ഗുളിക സ്റ്റോപ്പ് ചെയ്താ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഒരു കാരണവശാലും വീട്ടിൽ ആരും അറിയാതെ ഇങ്ങനെ ഗുളിക അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഒരു കാരണവശാലും പാടില്ല. ഒറ്റയടിക്ക് സ്റ്റോപ്പ്. വല്ലാത്ത അവസ്ഥയാണ്. കാരണം അറിയാമോ, ഇത് ഇവരെന്തെന്നറിയാമോ, ഈ ഗുളിക കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ തള്ള കൊടുക്കുമല്ലോ, കൊടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് നാക്കിനടിയിൽ അങ്ങ് വെച്ചേക്കും. ഇവർ വിചാരിക്കും വിഴുങ്ങിന്ന് വിചാരിക്കും. വിഴുങ്ങൂല. ഇവര് പോകുമ്പോൾ തുപ്പിക്കളയും. ഈ തുപ്പിക്കളയുന്ന മുഖേന 3 ദിവസം കഴിയുമ്പോൾ സ്ട്രോക്ക് വന്ന് അവിടെ കിടപ്പുകൾ. അല്ല, അറിവുള്ളവർ തന്നെ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രഷറിന്റെ ഗുളിക സ്റ്റോപ്പ് ചെയ്യും. ഏറ്റവും വലിയ അബദ്ധമാണത്. ഡോക്ടർമാരുടെ ഉപദേശം ഇല്ലാതെ ഒരു കാരണവശാലും പ്രഷറിന്റെ ഗുളിക നിർത്താൻ പാടില്ല. ഈ സ്വയം ചികിത്സയാണ് പ്രശ്നം. സ്വയം ചികിത്സകൾ, അതായത് എനിക്ക് പ്രശ്നമില്ല എന്നുള്ള അമിത ആത്മവിശ്വാസം മുഖേന അപകടത്തിൽ ചെന്നാണ് ചാടുന്നത്. അതെ. അപ്പൊ ഒരു കാരണവശാലും ഈ അലോപ്പതി ഗുളിക കഴിക്കുന്ന ഒരു കാരണവശാലും നിർത്താൻ പാടില്ല. ഒരിക്കലും പാടില്ല. നിർദ്ദേശം ചെന്ന് പറയാ എനിക്ക് ഇന്ന ഇതുണ്ട്. ചിലപ്പോ അവരതിന്റെ ഇത് അളവ് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യും. നമ്മളായിട്ട് ഒരു കാരണവശാലും ഈ ഇതുള്ള പ്രഷർ ഗുളിക, പിന്നെ ഷുഗർ, ഇത് എന്താണ് കൊളസ്ട്രോള്, ഇതിന്റെ ഗുളിക നമ്മൾ നിർത്താൻ പാടില്ല. ഒന്നുകിൽ തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ വല്ല മനസ്സിലായ. ഇതെല്ലാം കേട്ടപ്പോ എനക്കും പ്രഷർ ചേട്ടാ. ഭക്ഷണം വാരി വലിച്ച് കഴിക്കുന്നത് നിർത്തിയാൽ തന്നെ പകുതി അസുഖം മാറിക്കിട്ടും.